എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സ്കോർ അക്കാഡമി. ഇന്ന് രാവിലെ പോളിടെക്നിക്കൽ ലെക്ചറിൻ്റെ എക്സാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ കുട്ടികൾക്ക് അറിയാൻ ആവശ്യമായിട്ടുള്ള ഒരു എക്സാം അനാലിസിസ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ വൈസ് ടോപ്പിക് എത്രമാത്രം കവർ ചെയ്തു ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ, ഫോളോഡ് ബൈ ഒരു എക്സ്പെക്റ്റഡ് ആൻസർ കീ, പിന്നെ അതിൽ ടൈം കൺസ്യൂമിങ്ങും കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് എത്രയാണ് ഉണ്ടെന്നും, കൂടാതെ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പറും, കൂടാതെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്, അതിൻ്റെ കൂടെ ഓവറോൾ എക്സാമിൻ്റെ ഒരു സ്റ്റാറ്റസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഒരു 12 മാർക്കിൻ്റെ അതേപോലെ കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കവർ ചെയ്തിരിക്കുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, LED ആയിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് യൂസ്ഡ്, പവർ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട റെക്ടിഫയർ എഫിഷ്യൻസി, ഫങ്ഷൻസ് ഓഫ് ഇൻവെർട്ടർ, ബേസിക് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ബാറ്ററി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മൈക്രോ കൺട്രോളിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് വരുന്ന മൈക്രോ കൺട്രോളായിട്ട് സാമ്യമുണ്ട്. പിന്നെ മൊബൈൽ ടെക്നോളജി ആയിട്ട് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മൊഡ്യൂൾ 2 ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സ് 20 മാർക്കാണ് അവിടെ കവർ ചെയ്യുന്നത്. അവിടെയും ആക്ച്വലി ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസിൽ ബാൻഡ് ഗ്യാപ്പായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, സെന ഡയോഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഫോളോഡ് ബൈ ടണൽ ഡയോഡുമായിട്ട് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കൂടാതെ ആംപ്ലിഫയറിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓവറോൾ എല്ലാ ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ ഓൾമോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ക്ലാസ് AB, ക്ലാസ് D, ഡാർലിംഗ്ടൺ പെയറിൻ്റെ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനത്തെ ട്യൂണിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓസിലേറ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, റെക്ടിഫയേഴ്സ് ആൻഡ് ഫിൽറ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പിന്നെ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ മൊഡ്യൂൾ 3 ആകുമ്പോൾ അത് ആക്ച്വലി ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ്. അതിൻ്റെ അകത്തും എന്താണ് ഓപ്പാമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഓപ്പാം ഫണ്ടമെൻ്റൽസ്, അതായത് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ്, അത് അഗെയിൻ ബേസിക് ആണ്, വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ്, സ്ലൂ റേറ്റ്, പിന്നെ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ്. ഇനി ലീനിയർ ഓപ്പാം സർക്യൂട്ട്സ് ആണെങ്കിൽ അവിടെ കവർ ചെയ്തിരിക്കുന്നത് അനാലിസിസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ട്സ്, പിന്നെ റിക്വയർമെൻറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ, പിന്നെ ഡെഫിനിഷൻ ഓഫ് എ വോൾട്ടേജ് ഫോളോവർ. അപ്പോൾ ഇതെല്ലാം വളരെ ബേസിക് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കവർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം കൂടെ പരീക്ഷയ്ക്ക് ഓർമ്മ വരണം നിർബന്ധമില്ല. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് നോൺ ലീനിയർ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ബന്ധപ്പെട്ടാണ്, ലൈക്ക് സ്പ്ലിറ്റ് ട്രിഗർ, ലോഗരിതമിക് ആംപ്ലിഫയേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് സ്ട്രക്ചർ. ആ ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണോ അത് ഐഡൻറ്റിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പിന്നെ ആക്റ്റീവ് ഫിൽറ്റേഴ്സും ഓസിലേറ്റേഴ്സിനും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈമേഴ്സ് ആൻഡ് PLL നിന്നും ബേസിക് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ബേസിക് ക്വസ്റ്റ്യൻസ് സെൻസഡ് വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ ഇൻ PLLൻ്റെ റോൾ എന്താണ്, അത് ഇൻഡയറക്റ്റ്ലി ചോദിച്ചു. പിന്നെ 555 ടൈമറിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു ആസ് മോണോസ്റ്റേബിൾ. പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മൊഡ്യൂൾ 4 അതിൽ വരുന്നത് മൈക്രോ പ്രോസസ്സറും കൂടെ വരുന്നുണ്ട്, മൈക്രോ കൺട്രോളറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്പർ സിസ്റ്റവും കോഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ കോമ്പിനേഷൻ സർക്യൂട്ട്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ബേസിക് ആഡറിൻ്റെ കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ സീക്വൻഷ്യൽ ലോജിക്കിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോൺസൺ കൗണ്ടറിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പിന്നെ ബേസിക് ഡെഫിനേഷൻ ഓഫ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട് റോം എങ്ങനെ യൂസ് ചെയ്യാം, വേറൊരു ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം, ഒരു ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യാം, അതെല്ലാം അവിടെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വോൾട്ടേജ് റേഞ്ച് ഓഫ് CMOS ലോജിക് ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഡാക്കും ഓർ ADC അതായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളുമായിട്ട് ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ, അത്രയും പ്രോഗ്രാമിംഗ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇനി കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എഗെയിൻ കമ്മ്യൂണിക്കേഷൻ ആ സിലബസ് ഒരുപാട് വാസ്റ്റ് ആണെങ്കിലും അത്രയും ഡെപ്തിൽ ചോദിച്ചിട്ടില്ല. എല്ലാം ഫണ്ടമെൻ്റൽസാണ് കൂടുതലും വന്നിട്ടുള്ളത്. ബേസിക് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫിക്കേഷൻ, അതായത് ഇക്വേഷൻ തന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചില ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നോർമലി അങ്ങനെ തരേണ്ട ആവശ്യമില്ല, എന്നാൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഫണ്ടമെൻ്റൽസ്, അതായത് LTI സിസ്റ്റമിൻ്റെ പ്രോപ്പർട്ടി, ഷാനോൺ തിയറം, വേവ് പ്രൊപ്പഗേഷൻ കോൺസെപ്റ്റ് എല്ലാം കവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ വരെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പവർ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അത് പഠിച്ച ഒരാൾക്ക് മാത്രമേ ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സൂപ്പർ ഹെഡ്ഡൈൻ IFൻ്റെ വാല്യൂ എന്താണ്, പിന്നെ പ്രീ എംബസിസും ഡി എംബസിസിൻ്റെ അവിടെ എന്താണ് ശരിക്കുള്ള ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം പഠിച്ചൊരു വ്യക്തിക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് എന്താണ് അവിടെ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. എഗെയിൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ കുറേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രയൊന്നും വന്നിട്ടില്ല. ബേസിക്കായിട്ട് വന്നത് എന്താണ്, ഫുൾ ഫോം എല്ലാം ചോദിച്ചു. QPSKയുടെ ഫുൾ ഫോം എന്താണ് ചോദിച്ചു. പിന്നെ CDMAയുടെ ഫ്രീക്വൻസി ബാൻഡ്, അതൊരു ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്, അത് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് ടെലിവിഷൻ ആൻഡ് ആൻറ്റിനയായിട്ട് ബന്ധപ്പെട്ട ബേസിക് ക്വസ്റ്റ്യൻസ്. എന്താണ് ഇൻ്റർലേസ്ഡ് സ്കാനിങ്, എന്താണ് PAL സിസ്റ്റത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചായിരുന്നു. കൂടാതെ ആൻറ്റിനയായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം, അതായത് ഏത് ആൻറ്റിനയാണ് യൂസ് ചെയ്യുന്നത് ഫോർ ഡിഷ് TV, അങ്ങനത്തെ കാര്യമാണ് ചോദിച്ചത്. വളരെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസാണ്. ബട്ട് ഇതെല്ലാം പഠിച്ചിരിക്കണമെങ്കിൽ അത്രയ്ക്കും ഈ ടൈം ബൗണ്ട് വെച്ചിട്ട് തന്നെ എഴുതേണ്ടി വരും. കാര്യം ദാറ്റ്സ് നോട്ട് ഈസി ഇനഫ്. അടുത്ത നമുക്ക് അതിൻ്റെ വരുന്നത് മൈക്രോവേവ് റഡാറാണ്. ജസ്റ്റ് ട്രപ്പാഡിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ഫുൾ ഫോം എന്താണ് കറക്റ്റായിട്ട് എഴുതണം. പിന്നെ റഡാറിൻ്റെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് പവർ ഇലക്ട്രോണിക്സ്, മിസ്ലേനിയസ് ടോപ്പിക്സ് ആയ പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, PLC മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ്. അതിൽ മെയിൻലി എന്താണ് പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് മെഷറിംഗ് എലമെൻറ്റ്സ് ആയിരുന്നു. PLC ചോദിച്ചിട്ടില്ല. അപ്പോൾ പവർ ഇലക്ട്രോണിക്സിൻ്റെ അല്പം കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എഗെയിൻ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ തന്നെ കോൺസെപ്റ്റ് അറിഞ്ഞാലേ പറ്റുള്ളൂ. ഒരു ഇലക്ട്രിക്കൽ സ്റ്റുഡൻറ്റിനായിരുന്നു ഈ ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ പെട്ടെന്ന് ആ കുട്ടി ചെയ്യുമായിരുന്നു. ഇലക്ട്രോണിക് സ്റ്റുഡൻസ് ആയതുകൊണ്ട് അത് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് അത് കൈൻഡ് ഓഫ് എ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് എന്താണ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വരുന്ന മെഷറിംഗ് എക്യുപ്മെൻറ്റ് ആയി ബന്ധപ്പെട്ടാണ്. അതായത് അതും എഗെയിൻ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. അതായത് മിസ്ലേനിയസ് ടോപ്പിക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ കോൺസെപ്റ്റ് അത്യാവശ്യം അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസ് നോക്കുകയാണെങ്കിൽ അത് ആദ്യമായിട്ട് പഠിക്കുന്ന കുറച്ച് കോൺസെപ്റ്റുകളായിരിക്കും. അതുകൊണ്ട് അല്പം ഡിഫിക്കൽട്ടി അവിടെ മാത്രം ഒന്ന് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ആൻസർ കീ ഒന്ന് നോക്കാം. So which of the following semiconductor devices is used in the manufacturing of white light emitting LED? White light emitting LED-ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സെമികണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറയുന്നത് D, ഇൻഡിയം ഗാലിയം നൈട്രേറ്റ് ആണ്. പിന്നെ which of the following device is an active device? അപ്പോൾ ട്രാൻസിസ്റ്റർ വരുന്ന ഏതാണോ അതായിരിക്കും ആൻസർ. സോ A വരും. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ കേസ് ആണെങ്കിൽ അത് അറിഞ്ഞാൽ മാത്രമേ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കേസും അതേപോലെയാണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഓഫ് എ സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയർ. നാലാമത്തതും എന്ത് തന്നെയാണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ആകെ കൺഫ്യൂസിങ് വരാനുള്ള ചാൻസ് ഇലക്ട്രോൺ വോൾട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പോൾ അതാണ് വരാനുള്ള ചാൻസ്. അപ്പോൾ ഇൻ കേസ് മാറിപ്പോയാൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതൊരു കൺഫ്യൂസിങ് ആയിട്ട് വരാം. ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുമ്പോൾ അറിയാതെ തെറ്റായി മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇൻവെർട്ടറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കൺവേർട്സ് DC to AC. പിന്നെ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനിൽ വരുന്ന സർക്യൂട്ട്സിൽ അവിടെ ഏത് സെമികണ്ടക്ടർ ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ അത് സിലിക്കണാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, കാരണം അബണ്ടൻ്റ് ഉള്ളതാണ്. പിന്നെ വെച്ചാൽ ഫോളോയിങ് ബാറ്ററി ഹാവ് ഹയസ്റ്റ് ഗ്രാവിമെട്രിക് എനർജി ഡെൻസിറ്റി. അത് ശരിക്കും ലിത്തിയം അയോൺ ബാറ്ററിയാണ്. അത് അറിഞ്ഞാൽ മാത്രമേ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എ ചാർജ് ലെഡ് ആസിഡ് സെൽ ഫങ്ഷൻ ആസ്, ശരിക്കും അത് ആൻസർ ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. അതും അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് 8051 മൈക്രോ കൺട്രോളർ ഹാസ് ഡാഷ് വൈഡ് അഡ്രസ് ബാൻഡ്. അഡ്രസ് ബാൻഡിൽ അഡ്രസ് ബസ്. ആ അഡ്രസ് ബസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ അതും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻസർ 16 ബിറ്റ് ആണ്. അതേപോലെ തന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് റോം, എത്ര സൈസ് റോം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതും അറിഞ്ഞാൽ മാത്രമേ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 4 KB. GSM മൊബൈൽ ടെക്നോളജി യൂസസ്, ശരിക്കും രണ്ട് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, TDMAയും FDMAയും. രണ്ടും വന്നുകൊണ്ട് ആ ഓപ്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ കറക്റ്റ് ആൻസർ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ബാൻഡ് ഈസ് യൂസ്ഡ് ഇൻ കൊമേഴ്ഷ്യൽ മൊബൈൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. അത് ഏതാണ്? ശരിക്കും പറഞ്ഞാൽ അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡാണ്. അത് അറിഞ്ഞാൽ മാത്രമേ അത് നമ്മൾ മാർക്ക് ചെയ്യുള്ളൂ സ്വാഭാവികമായിട്ടും. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണ്. സോ ഇൻ എ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് യൂസിങ് എ സെനർ ഡയോഡ് വിത്ത് 9 volt ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, എ 300 സീരീസ് റെസിസ്റ്റൻസ് ആൻഡ് എ 15 volt ഇൻപുട്ട് വോൾട്ടേജ്, what is the current flowing through the zener when the load resistance is 900 ohm? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോയിന്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ കുട്ടികൾക്ക് തെറ്റിയിട്ടുണ്ടെന്ന് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. കാര്യം സീരീസ് റെസിസ്റ്റൻസ് ആകുമ്പോൾ അതനുസരിച്ചുള്ള സർക്യൂട്ട് വ്യത്യാസം വരും. അപ്പോൾ കിട്ടുന്ന ആൻസർ ശരിക്കും സി 10 മില്ലി ആംപിയർ ആണ്. പിന്നെ വൈ ഈസ് എ കാസ്കോഡ് ആംപ്ലിഫയർ ദാറ്റ് ഈസ് പ്രിഫേർഡ് ഓവർ 2 BJT ആംപ്ലിഫയർ ഇൻ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. ശരിക്കും അതെന്തിനാണ്? ടു റെഡ്യൂസ് മില്ലർ എഫക്റ്റ് ആണ്. അതും അറിഞ്ഞാൽ മാത്രമേ, ആ കോൺസെപ്റ്റ് ആ നിമിഷത്തിൽ ഓർത്തെടുത്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത്, ഇൻ എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് എ സ്റ്റാഗേർഡ് ട്യൂണിങ് ഓവർ ഐഡന്റിക്കൽ ട്യൂണിങ്? അത് വൈഡർ ബാൻഡ് ഗ്യാപ്പ് ആണ്. ആ ഫിഗർ നിങ്ങൾ പഠിച്ച സമയത്ത് ഫിഗർ ഓർമ്മയുണ്ടെങ്കിൽ അത് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്. ഇൻ എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വിച്ച് കോൺഫിഗറേഷൻ പ്രൊവൈഡ് ഹയസ്റ്റ് ഇൻപുട്ട് ഇംപിഡൻസ്? എഗെയിൻ ഇത് കൺഫ്യൂസിങ് ആവാം. കാരണം ആദ്യം ക്ലാസ്സിലെടുത്ത സമയത്ത് ബേസിക് സ്ട്രക്ചർ പറയുമ്പോൾ ആകെ ഉള്ളത് കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടറാണ്. സ്വാഭാവികമായിട്ട് ഒരു കുട്ടി എഴുതുമ്പോൾ എന്തായിരിക്കും, നേരെ കോമൺ ബേസിലോട്ടേ പോകുള്ളൂ. പക്ഷേ നാലാമത്തെ ഓപ്ഷൻ എന്തുണ്ട്? ഡാർലിംഗ്ടൺ പെയർ ഉണ്ട്. അതാണ് കുറച്ചും കൂടെ ആപ്റ്റ് ആൻസർ. ഓക്കെ, അത് പഠിച്ച കുട്ടികൾക്ക് അറിയാം എന്തുകൊണ്ടാണ് അതെന്ന്. അടുത്തത്, വാട്ട് ഈസ് ദ primary advantage of class AB power amplifier over a class B amplifier? അതറിയാം എന്തിനാണ്? ക്ലാസ് ബി യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രോസ് ഓവർ ഡിസ്ട്രോഷൻ വരും, ക്ലാസ് എ ബി യൂസ് ചെയ്യുമ്പോൾ ക്രോസ് ഓവർ ഡിസ്ട്രോഷൻ കുറയും. അപ്പോൾ ടു റെഡ്യൂസ് ക്രോസ് ഓവർ ഡിസ്ട്രോഷൻ ആണ്. പിന്നെ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് കേട്ടാൽ തന്നെ അർത്ഥം എന്താണ്? സ്റ്റെബിലിറ്റിയാണ്, ഫ്രീക്വൻസി സ്റ്റെബിലിറ്റിയാണ്. സോ വൈ ഈസ് ക്രിസ്റ്റൽ ഓസിലേറ്റർ പ്രിഫേർഡ് ഇൻ പ്രിസിഷൻ ആപ്ലിക്കേഷൻ കമ്പയർഡ് ടു LC ഓസിലേറ്റർ? ആൻസർ, ബെറ്റർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. അടുത്തത്, an NPN BJT with a current gain beta 100 is used as a switch. സ്വിച്ച് എന്ന് കേട്ട ഉടനെ എന്താണ്? കട്ട് ഓഫും സാച്ചുറേഷൻ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ നോക്കാം. ഓക്കെ, കട്ട് ഓഫും സാച്ചുറേഷൻ. അപ്പോൾ ഒരു കുട്ടി ഇത്രയും വായിച്ചാൽ തന്നെ നമുക്ക് ജസ്റ്റ് ഗസ് ചെയ്യാം ആൻസർ എന്താണ്. ആൻസർ സി ആണ്, കട്ട് ഓഫും സാച്ചുറേഷൻ. ബാക്കിയൊന്നിലും അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഇതിൽ ആക്റ്റീവ് വന്നു, ലീനിയർ വന്നു, ആക്റ്റീവ് വന്നു. അപ്പോൾ ഇതെല്ലാം കട്ടാണ്. ഏത് മാത്രമേ വരുള്ളൂ? സി, കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ. ബാക്കി നോക്കിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത്, ഫോർ എ ക്ലാസ് എ ആംപ്ലിഫയർ ദ ക്വസ്റ്റ്യൻ പോയിന്റ് Q point current ICQ is 120 milliampere and the supply voltage is VCC equal to 10 volt. What is the maximum current, maximum AC power output assuming it is a resistive loaded with the Q point centered? Q point center ആക്കി വെച്ച് ചെയ്യാം. അപ്പോൾ ആക്ച്വലി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് Q point center വരുമ്പോൾ എഫിഷ്യൻസി 50% ആണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്ന ആൻസർ 0.3 വാട്ട് ആണ്. ഇനി മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ കൺസിസ്റ്റ് ഓഫ് 3 ഐഡന്റിക്കൽ സ്റ്റേജസ് ഈച്ച് ഹാവിങ് 10 ഗെയിൻ. ഒരു സ്റ്റേജിൻ്റെ 10 ഗെയിൻ. ഇപ്പോൾ 3 സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡി ബിയിലോട്ട് എഴുതുമ്പോൾ എന്താവും? 10 × 10 × 10 എത്രയാണ്? 1000. അപ്പോൾ 1000 ഇപ്പോൾ 20 log 1000 എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബേസ് 10 ആയതുകൊണ്ട് എന്തായിരിക്കും? 20 × 3, അപ്പോൾ 60 ആണ് വരുന്നത്. അടുത്തത്, a Darlington pair is formed with the 2 transistors Q1 and Q2 with the current gain 60 and 80 respectively. If the base current is Q1 is 10 microampere, what is the emitter current of Q2? ഇത് ആക്ച്വലി കൺഫ്യൂസിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സർക്യൂട്ട് ഓർമ്മ വന്നാൽ മാത്രമേ, ഡാർലിംഗ്ടൺ പെയർ ഓർമ്മ വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കുള്ള ആൻസർ 49.41 മൈക്രോ ആംപിയർ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ആൻസർ -4 ആണ്. ഇനി കോൾപിറ്റ്സിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് C1 C2, ഇൻഡക്ടറും തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ആ ഡാറ്റ ക്വസ്റ്റ്യനാണ്. പിന്നെ വന്നിരിക്കുന്നതാണ് ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ കാണുമ്പോൾ വേണമെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ ബാക്കി 180 ഡിഗ്രി ആര് തരണം? എന്നാൽ മാത്രമേ ബാർഹൗസൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി 180 ഡിഗ്രി 3 RC സ്റ്റേജ് തരേണ്ടി വരും. അതുകൊണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. അടുത്തത് ഇനി ഫുൾ വേവ് റെക്ടിഫയറായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.024 ആണ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, കിട്ടുന്നതായിരിക്കും. പിന്നെ വാട്ട് ഇസ് ദ പ്രൈമറി അഡ്വാൻറ്റേജസ് യൂസിങ് എ ടണൽ ഡയോഡ് ഇൻ ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്? അതിന് കാരണം നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ്. ഓക്കെ, സാധാരണ PN ജംഗ്ഷൻ കാട്ടി അത് യൂസ് ചെയ്യാനുള്ള കാരണം അതാണ് ആൻസർ. അത് ഓർമ്മ വന്നാൽ മാത്രമേ അത് മാർക്ക് ചെയ്യുള്ളൂ കറക്റ്റായിട്ട്. അടുത്തത്, വൈ ക്ലാസ് ഡി ആംപ്ലിഫയർ ഈസ് പ്രിഫേർഡ് ഇൻ മോഡേൺ പോർട്ടബിൾ ഡിവൈസ് ഓവർ ക്ലാസ് എ? അതിന് കാരണം എന്തായിരിക്കും? ഗ്രേറ്റർ എഫിഷ്യൻസിയാണ്. കാര്യം A, B, C കൂടി വരുമ്പോൾ എന്താണ്? ശരിക്കും എഫിഷ്യൻസിയാണ് കൂടി വരുന്നത്. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ എഫിഷ്യൻസിയാണ് വരുന്ന ആൻസർ. അടുത്ത, വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ആൻ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഓവർ എൻ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ? അതിൻ്റെ ആൻസർ എന്താണ്? ഹയർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആണ്.
which characteristics of bistable multivibrator. Bistable means two stage, but two stable stage അവിടെ തന്നെ വന്നിട്ടുണ്ട്. ടു മേക്ക് സൂട്ടബിൾ ഫോർ മെമ്മറി ആപ്ലിക്കേഷൻ നമ്മൾ മെമ്മറി പഠിച്ച സമയത്തും അത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ബൈസ്റ്റേബിൾ എന്ന് കേട്ട ഉടനെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? അവിടെ ടു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടെന്ന് മാർക്ക് ചെയ്യാം. അടുത്തത് 3 സ്റ്റേജ് BJT ആംപ്ലിഫയർ മസ്റ്റ് ഹാൻഡിൽ സിഗ്നൽ ഫ്രം 0 to 100 kHz. ഇപ്പോൾ 0 വന്നു. 0 മീൻസ് എന്താണ്? 0 ഹെർട്സ് എന്ന് പറഞ്ഞാൽ DC ആണ്. DC കടത്തി വിടണമെങ്കിൽ ഡയറക്റ്റ് കപ്ലിങ്ങേ പറ്റുള്ളൂ. വൈ ഈസ് ആൻഡ് MOSFET പ്രിഫേർഡ് ഓവർ JFET ഇൻ എ ഡിജിറ്റൽ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ? അതിൻ്റെ കാരണം നോ ഗേറ്റ് കറണ്ട് റിക്വയർഡ്. ഗേറ്റ് കറണ്ട് ആവശ്യമില്ല. ഓക്കെ, അത് നടുക്ക് എന്താ ഉള്ളത്? ഗേറ്റിൻ്റെയും ചാനലിൻ്റെ നടുക്കുള്ളത് എന്താണ്? ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്. അപ്പോൾ അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്പാം? അപ്പോൾ ഓപ്പാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏത് വരില്ല? 0 സ്ലൂ റേറ്റ് വരില്ല. വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് ഒക്കേഴ്സ് ഇൻ വാട്ട്? മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെ വെർച്വൽ ഗ്രൗണ്ട്? ഒരെണ്ണം ഗ്രൗണ്ട് ചെയ്താലും അപ്പുറത്തപ്പുറത്തും 2 ടെർമിനൽ ഗ്രൗണ്ട് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മെയിൻലി വരുന്ന എവിടെയാണോ? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറാണ്. കാര്യം ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിലാണ് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ കയറി ഗ്രൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഗ്രൗണ്ട് ചെയ്യുമ്പോഴാണ് തൊട്ട് മുകളിൽ എന്താണ് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഗ്രൗണ്ട് കയറി വരുന്നത്. അപ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെർച്വൽ ഗ്രൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ദ ടൈപ്പ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ്ഡ് ഇൻ എൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ? അതിൻ്റെ ആൻസർ വോൾട്ടേജ് ഷണ്ട് ആണ്. 741 ആംപ്ലിഫയർ ഹാസ് സ്ലൂ റേറ്റ് ഓഫ് 0.5 വോൾട്ട് പെർ മൈക്രോസെക്കൻഡ്. What is the maximum frequency and input sinusoidal of peak 5 volt at which distortion set is due to the slew rate limitation? നമുക്ക് സ്ലൂ റേറ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഒമേഗ മാക്സിമം വോൾട്ടേജ് ഓക്കെ ഈക്വൽ ടു സ്ലൂ റേറ്റ് ആണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടുന്നതായിരിക്കും. നമുക്ക് VM തന്നിട്ടുണ്ട്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. അതിൻ്റെ കൂടെ ഇത് സ്ലൂ റേറ്റ് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ മൈക്രോ സെക്കൻഡിന് വിട്ട് കളയാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ എന്ത് കിട്ടും? 15.92 കിലോ ഹെഡ്സ് കിട്ടുന്നതായിരിക്കും. അടുത്തെന്താണ്? യൂണിറ്റി ബാൻഡ് വിഡ്ത്ത് ഓഫ് 741 ഓപ്പാം ഈസ് 1 MHz. അപ്പോൾ അവിടെ ഗെയിനും ബാൻഡ് വിഡ്ത്തിൻ്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് നമുക്കറിയാം. മറ്റൊരു കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്ത് എന്താണ്? നമുക്ക് ഗെയിൻ യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ബാക്കി കിട്ടുന്ന വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് 1 മെഗയാണ്. ഓക്കെ, അപ്പുറത്ത് എന്താണ്? ഇവിടെ ഓൾറെഡി ഗെയിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗെയിൻ എന്താണ്? അവിടെ ഗെയിൻ എന്ന് പറയുന്നത് 40 dB എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡ് ബൈ 20 ചെയ്യുമ്പോൾ കിട്ടുന്ന 2, അതായത് 100 ആണ് അവിടെ വരുന്നത് ഗെയിൻ. ഇൻറ്റു ബാൻഡ് വിഡ്ത്ത് എനിക്ക് അറിഞ്ഞൂടാ, അപ്പുറത്തെ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഇത് തിരിച്ചപ്പുറത്ത് എഴുതുമ്പോൾ ബാൻഡ് വിഡ്ത്ത് ഈക്വൽ ടു 1 മെഗാ ഡിവൈഡഡ് ബൈ 100, ഓട്ടോമാറ്റിക്കലി 10⁴. 10⁴ എന്ന് പറയുന്നത് 10 കിലോ. അങ്ങനെയാണ് 10 കിലോ ഹെഡ്സ് വരുന്നത്. അത് ആ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ, അതായത് ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. എഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ അടുത്ത ഓപ്പാമിൻ്റെ, അത് സോൾവ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന ആൻസർ -2 വോൾട്ട് ആണെന്ന്. എഗെയിൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹിസ്റ്ററിസിസ് വോൾട്ടേജ് ആണ്. അതായത് UTP മൈനസ് LTP അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 10 വോൾട്ട് ആയിരിക്കും. ഇനി കമ്പാരറ്റർ വിത്ത് 0 റെഫറൻസ് വോൾട്ടേജ്. കമ്പാരറ്ററിൻ്റെ ഒരെണ്ണത്തിൻ്റെ 0 റെഫറൻസ് ആണെങ്കിൽ മറ്റെന്തായിരിക്കും ഔട്ട്പുട്ട് ഇട്ടാൻ പോകുന്നത്? 0 ക്രോസ് ചെയ്യുന്ന സമയത്ത് ഫ്ലക്ച്വേഷൻ വരുന്നതായിരിക്കും. സോ 0 ക്രോസിങ് ഡിറ്റക്ടർ ആണ്. അടുത്തത് ദ ഔട്ട്പുട്ട് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ആൻ ഓപ്പാം അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ക്യാൻ ബി ലിമിറ്റഡ് ബൈ ദ യൂസ് ഓഫ് സെനർ ഡയോഡ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ സെയിം ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ പ്രത്യേകത വന്നിരിക്കുന്നത്? ഇത് രണ്ടും സെയിം അല്ല. ഇത് ഈ റെസിസ്റ്റൻസും ഈ റെസിസ്റ്റൻസും സെയിം അല്ല. അപ്പോൾ ഇൻഡിവിജ്വലി എന്താണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യണം. കിട്ടുന്ന ആൻസർ 2 വോൾട്ട് ആണ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിക്വയർമെൻറ്റ് ഫോർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ? ആൻസർ ഹൈ ഗെയിൻ സ്റ്റെബിലിറ്റി ആൻഡ് ഹൈ CMRR ആണ്. ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ തെറ്റായിട്ട് തോന്നും. കാര്യം ലോ സ്ലൂ റേറ്റ് വരാൻ പറ്റില്ല, ലോ ഗെയിൻ സ്റ്റെബിലിറ്റി വരാൻ പറ്റില്ല, ഇതൊന്നും വരാൻ പറ്റില്ല. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വരാൻ പറ്റുന്ന D ആണ്. അടുത്തത് പാസ് ബാൻഡ് ഗ്യാപ്പ് ഓഫ് സെക്കൻഡ് ഓർഡർ ബട്ടർവർത്ത് ഫിൽട്ടർ എന്ന് പറയുന്നത് 1.586 ആണ്. ഇത് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സ്പെസിഫിക് വാല്യൂ അറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അടുത്തത് കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ദ പാസ് ബാൻഡ് ഗെയിൻ ഓഫ് ദ ഫിൽട്ടർ ഇസ് ഗിവൺ ബൈ. ഇപ്പോൾ സർക്യൂട്ടിൻ്റെ ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് നോക്കിയില്ലെങ്കിൽ നമുക്ക് ഗെയിൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ ഇതെന്താണ്? ഇത് ഇൻപുട്ട് പോകുന്നത് എന്താണ്?
പോസിറ്റീവ് ടെർമിനലാണ്. പോസിറ്റീവ് ടെർമിനൽ മീൻസ് ഇറ്റ്സ് എ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. അപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ 1 + 10/10 ഇപ്പോൾ എന്തായാലും 2 വരും. ഇപ്പോൾ പാസ് ബാൻഡ് വരുന്ന ഗെയിൻ 2 ആയിരിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ 2 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? ബി മാർക്ക് ചെയ്യാം. അടുത്ത സെൻട്രൽ ഫ്രീക്വൻസി ഓഫ് എ PLL ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി ഓഫ്. ആരാണ് ശരിക്കും ഓസിലേറ്റ് ചെയ്യുന്നത്? വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ ആണ്. അതാണ് ശരിക്കും നമ്മൾ സെൻട്രൽ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ 555 മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആസ് ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ടിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. മീൻസ് ടൈം ഡിലേ ടി എന്ന് പറയുന്നത് 1.1 RC ആണ്. എഗെയിൻ 11 തന്നിട്ടുണ്ട്. മീൻസ് ഡിവൈഡ് ചെയ്യാൻ ഈസിയായി ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് വേണ്ട എന്താണ്? സി ആണ്. അപ്പോൾ C = T / 1.1 R എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ എല്ലാം തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 10 μF ആണ്. 555 ടൈമർ ഇൻ മോണോസ്റ്റേബിൾ ആപ്ലിക്കേഷൻ ക്യാൻ ബി യൂസ്ഡ് ആസ് ഡാഷ്. മെയിൻലി അതിൻ്റെ ആൻസർ വരേണ്ടത് ഫ്രീക്വൻസി ഡിവൈഡർ ആണ്. സ്മിഡ് ട്രിഗർ പറ്റൂല. സ്ക്വയർ വേവ് ജനറേറ്റർ യൂസ് ചെയ്യില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? അസ്റ്റേബിൾ യൂസ് ചെയ്യും. ഫ്രീ റണ്ണിങ് റാമ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കുറച്ചും കൂടെ ആപ്റ്റായിട്ട് വരുന്നത് ഫ്രീക്വൻസി ഡിവൈഡർ ആണ്. ഇനി കീ വന്നാൽ കറക്റ്റായിട്ട് ആൻസർ എന്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ലോ ഫ്രീക്വൻസി ഗെയിൻ ഇൻ ഓപ്പ് ആംപ് ഇൻ്റഗ്രേറ്റർ ഈസ് ലിമിറ്റഡ് ബൈ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്ററിൽ നമ്മളെന്താ ഫീഡ്ബാക്ക് ആയിട്ട് വരുന്നത് കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്ററിൻ്റെ ആ ലിമിറ്റേഷൻ മാറ്റാൻ വേണ്ടി, ഈ പറഞ്ഞ ലിമിറ്റേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ റെസിസ്റ്റൻസ് പാരലറ്റ് ആഡ് ചെയ്യും. അത്രേ പറഞ്ഞിട്ടുള്ളൂ. എ റെസിസ്റ്റൻസ് കണക്റ്റഡ് അക്രോസ് ദ ഫീഡ്ബാക്ക് കപ്പാസിറ്റർ. ദ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ വിത്ത് യൂണിറ്റി ഗെയിൻ. യൂണിറ്റി ഗെയിൻ വരുന്ന ഏതാണ്? വോൾട്ടേജ് ഫോളോവർ ആണ്. ബേസിക് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫീഡ്ബാക്ക് എലമെൻറ്റ് ഇൻ എ ലോഗരിതമിക് ആംപ്ലിഫയർ ഏതാണ്? ഡയോഡാണ് വരുന്നത്. ആ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് മാറ്റി ഡയോഡ് വെക്കുകയാണ് അവിടെ. വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എംപ്ലോയ്സ് ഓപ്പ് ആംപ് ആസ് ഡാഷ്. അപ്പോൾ ശരിക്കും എന്താ വരുന്നത്? വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൽ എന്ത് വേണ്ട? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് എന്ത് യൂസ് ചെയ്താൽ മതി? നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ യൂസ് ചെയ്താൽ മതി. പിന്നെ വിച്ച് കോഡ് ടേൺസ് ഇൻ ടു ഇറ്റ്സ് 9th കോംപ്ലിമെൻറ്റ് ഇഫ് യു സ്വിച്ച് ഓൾ 0s to 1s and 1s to 0. അത് ഏതാണ്? XS3 കോഡാണ്. ബാക്കി മൂന്നും വരില്ല. ഇത് നമ്മൾ ഓരോ ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതാണ്? ASCII കോഡിലാണ്. 8421 കോഡും BCD കോഡും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഏതാ വരുള്ളൂ? XS3 കോഡാണ്. സെൽഫ് കോംപ്ലിമെൻ്ററി കോഡായതുകൊണ്ടാണ് അത് വരുന്നത് ഓട്ടോമാറ്റിക്കലി. അടുത്തത് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് 1 പ്രസൻറ്റ് ഇൻ ദ ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് വാല്യൂ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻഡയറക്ട്ലി പറ്റും, പക്ഷേ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഒരു കുട്ടി ചെയ്തുകൊണ്ടിരുന്ന മോസ്റ്റ് പ്രോബ്ലി 2 to 3 ക്വസ്റ്റ്യൻ്റെ ടൈം നഷ്ടപ്പെടുത്തി പോകും. ഇനി ടൈം ഉണ്ടായിരുന്നു എങ്കിൽ ചെയ്യാം. ആൻസർ വരുന്നത് 7 ആണ്. ഓക്കെ, 7 ones ആണ്. ഇനി 7-bit ഹാമിംഗ് കോഡ് ഈസ് റിസീവ്ഡ് ആസ് 11111101. ഇത്രയും വരും. സോ വാട്ട് ഈസ് എ കറക്റ്റ് ഓർഡർ? ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ശരിക്കും എല്ലാം 1 ആണ്. ഇത് ചെയ്യുമ്പോഴേ മനസ്സിലാവും എന്താണ് ആൻസർ. ആക്ച്വലി ഇത് D ആണ് വരേണ്ടത്. അടുത്തത്, ആൻ ഇൻഡസ്ട്രിയൽ പ്ലാന്റ് ഹാസ് 3 സെൻസേഴ്സ് ഫോർ മോണിറ്ററിംഗ് മെഷീൻസ് P, Q and R. 3 മെഷീൻ ഉണ്ട് സെൻസ് ചെയ്യാൻ വേണ്ടി. സോ അലാറം സിസ്റ്റം ഷുഡ് ആക്ടിവേറ്റ് ഒൺലി വെൻ അറ്റ്ലീസ്റ്റ് 2 മെഷീൻസ് ആർ റണ്ണിങ് സൈമിൾട്ടേനിയസ്ലി. 2 മെഷീൻ സൈമിൾട്ടേനിയസ്ലി റൺ ചെയ്യുകയാണെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ കോമ്പിനേഷൻ വരാം? PQ വരാം, QR വരാം, പിന്നെ R P വരാം, കൂടാതെ എല്ലാം വരാം, PQR വരാം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കോമൺ ആയിട്ട് എടുത്ത് എന്ത് കളയാം? ഈ ഒരു ടേം കളയാം. അപ്പോൾ ഇത് 3 നോക്കിയാലും മതി. അപ്പോൾ ബേസിക്കലി എന്താണ് ആൻസർ വരേണ്ടത്? PQ + QR + PR. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആവാം. കാരണം അത് ഡയറക്റ്റ്ലി പഠിക്കാൻ വേണ്ടി നമ്മൾ ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ ടേബിൾ നോക്കി ഓർമ്മയുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഓർത്തെടുക്കാവുന്നതാണ്. സോ ബേസിക്കലി അതിൻ്റെ ആൻസർ വരേണ്ടത് 4 ആണ്. അത് XOR നമുക്ക് XOR ആണ് എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നാൻഡ് വെച്ച് എത്ര നാൻഡ് ഗേറ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അത് ആക്ച്വലി ടേബിൾ ഉണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ അത് വരച്ചെടുത്ത് സമയം കളയേണ്ടി വരും. എഗെയിൻ അത് കൺഫ്യൂസിങ് കാറ്റഗറി വരുന്നതാണ്. വിച്ച് ഡിജിറ്റൽ സർക്യൂട്ട് കമ്പോണൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പാരലൽ ടു സീരിയൽ കൺവെർട്ടർ. പാരലിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? സീരിയലായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്താണ്? മൾട്ടിപ്ലക്സർ വിത്ത് കൗണ്ടർ യൂസ് ചെയ്യാം. കൗണ്ടർ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ? ആൻസർ ഫസ്റ്റ് ആണ് നോട്ട് ട്രൂ അല്ലാത്ത. കാര്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇൻ എ റിപ്പിൾ ക്യാരി ആഡർ ദ അഡീഷൻ ടൈം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് റിഗാർഡ്ലെസ് ഓഫ് ദ നമ്പർ ഓഫ് ബിറ്റ്സ്. അങ്ങനെയല്ല. റിപ്പിൾ കൗണ്ടർ പേര് വരാനുള്ള കാരണം തന്നെ ഈ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ എന്താണ് തൊട്ട് മുമ്പിലുള്ള ആഡർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ക്യാരി കിട്ടിക്കഴിഞ്ഞാലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ടൈം കൂടെ ഉള്ളൂ. ബിറ്റ് കൂടുന്തോറും ടൈം കൂടെ ഉള്ളൂ.
അടുത്തത് എ 4-bit ജോൺസൺ കൗണ്ടർ മീൻസ് ട്വിസ്റ്റഡ് റിംഗ് is initialized to 0000 and operates with a synchronous clock. What is the number of binary state that does not appear in the standard cycling sequence? ഇത് ഇൻഡയറക്ട്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. രണ്ടായാലും ആൻസർ സെയിമേ വരാൻ പോകുന്നുള്ളൂ. കാര്യം ഇത് 4 ബിറ്റ് ഉണ്ട്, അതുകൊണ്ട് 4 × 2 8 സ്റ്റേറ്റ്സ് ഉണ്ട്. മൊത്തം വരാൻ പറ്റുന്നത് 16 സ്റ്റേറ്റ് ആണ്. അതിൽ 8 യൂസ് ചെയ്യാൻ പറ്റും, ബാക്കി എത്ര യൂസ് ചെയ്യാൻ പറ്റില്ല, 8 യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ആൻസർ 8B. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ് വിത്ത് എഡ്ജ് സെൻസിറ്റിവിറ്റിയാണ്. ഓക്കെ, പിന്നെ സ്ക്വയറർ എനിക്ക് ഉണ്ടാക്കണം യൂസിങ് റോ. എങ്ങനെ ചെയ്യാം? സ്ക്വയറർ ചെയ്യണം. 4 ബിറ്റിൻ്റെ സ്ക്വയറർ. ഇപ്പം 4 ഇപ്പോൾ ഇൻപുട്ട് എത്ര വേണം? 4 വേണം. ഔട്ട്പുട്ട് എത്ര വേണം? സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് 4 × 4 4 ബിറ്റ് ഉള്ളതുകൊണ്ട് സ്ക്വയർ ചെയ്യുമ്പോൾ മൈക്രോ പ്രോസസ്സർ പഠിച്ചവർക്ക് മനസ്സിലാവും, നമുക്ക് 8 വേണ്ടി വരും. ഓക്കെ, 8 വേണ്ടി വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്? 4 അഡ്രസ്സും 8 ഡേറ്റ ലൈൻസും വേണം. അങ്ങനെയാണ് വരുന്നത്. അടുത്തത് വിച്ച് ലോജിക് ഫാമിലി ക്യാൻ ഫങ്ഷൻ വിത്ത് സപ്ലൈ വോൾട്ടേജ് റേഞ്ചിങ് ഫ്രം 3 വോൾട്ട് ടു 15 വോൾട്ട്. അത് കറക്റ്റായിട്ട് ആ ഇൻഫോർമേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് CMOS ആണ് ആൻസർ. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് 5 വോൾട്ട് DAC the binary ladder with a digital input of 11010 എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടേണ്ടത് 8.125 വോൾട്ട് ആണ്. അടുത്തത് ടൈം ടേക്കൺ ഫോർ ദ കൺവേർഷൻ ഇൻ 10-bit സക്സി അപ്രോക്സിമേഷൻ ADC. സക്സി അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സമയം ഒരു ടാസ്ക് ചെയ്യാൻ എത്ര ടൈം എടുക്കും? ജസ്റ്റ് 1/clock ഫ്രീക്വൻസി ചെയ്താൽ മതി. ഇൻറ്റു എത്ര ബിറ്റ് ഉണ്ട്? അത് എത്ര ബിറ്റ് ഉണ്ട്? 10 ബിറ്റ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ NTS ആണ് ശരിക്കും പറഞ്ഞാൽ N × ടൈം ടേക്കൺ ബൈ 1 ടാസ്ക്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി NTS വരുമ്പോൾ ആൻസർ എന്താ വരേണ്ടത്? 10 microsecond ആണ്. അടുത്തത് ഇൻ 8086 ആർക്കിടെക്ചർ വിച്ച് ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റർ ഡസ് നോട്ട് ക്വാളിഫൈ ആസ് എ സെഗ്മെന്റ് രജിസ്റ്റർ. ഇതിൻ്റെ ആൻസർ ശരിക്കും IP ആണ്. പഠിച്ചവർക്ക് മനസ്സിലാവും IP ആണ് ആൻസർ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് 8086 ഇൻസ്ട്രക്ഷൻ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ അൺകണ്ടീഷണൽ ജമ്പ്. അൺകണ്ടീഷണൽ ജമ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? കോളാണ്. അടുത്തത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ USART യൂസ് ചെയ്യും 8251. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. ഇപ്പോൾ 2 വേണം, 2 കൺട്രോൾ വേർഡ് വേണം. ഒന്ന് മോഡ് വേർഡും ഒന്ന് കമാൻഡ് വേർഡും. ശരിക്കും ആ 2 ശരിക്കും വരുന്നത്. 2 കൺട്രോൾ വേർഡ് കൊടുത്താൽ മാത്രമേ ബാക്കി പ്രൊസീഡിങ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് കൺട്രോൾ വേർഡ്സ് എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ 2 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻസ് മോഡ് ഫോർ 80286 processor ensures backward compatibility with 8086 or 8088 and utilizes real memory address. ആക്ച്വലി നമുക്ക് എന്തുണ്ട്? ഈ ഒരു പ്രോസസ്സറിൽ റിയൽ മോഡ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് മോഡ് ഉണ്ട്. റിയൽ മോഡ് ശരിക്കും എന്തിനാണ്? നമുക്ക് ബാക്ക്വേർഡ് കോമ്പാക്റ്റിബിലിറ്റിക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ആൻസർ A ആണ് വരുന്നത്, റിയൽ അഡ്രസ് മോഡ്. അടുത്തത് വാട്ട് ഈസ് ദ typical number of external hardware interrupt source found in the basic 8051 microcontroller? അത് 2 ആണ്. മൊത്തമല്ല ചോദിച്ചിരിക്കുന്നത്, എക്സ്റ്റേണൽ മാത്രമേ ചോദിച്ചിരിക്കുന്നത്. 2 ആണ്. which instruction of 8051 is utilized to execute bitwise or between accumulator and direct address? ഓക്കെ, ഇത് യൂസ് ചെയ്യാം. കണ്ടു തന്നെ അറിയോ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഓർമ്മ വന്ന ഓട്ടോമാറ്റിക്കലി ഇത് മാർക്ക് ചെയ്യും, ബാക്കിയൊന്നും മാർക്ക് ചെയ്യില്ല. അടുത്തെന്താണ്? ഇഫ് ദ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് രജിസ്റ്റർ ഓഫ് 8051 ഹോൾഡ്സ് എ വാല്യൂ D0H, വാട്ട് കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ? ശരിക്കും പറഞ്ഞാൽ രജിസ്റ്റർ ബാങ്ക് 2 is selected and carry flag is 1 and auxiliary carry is 1. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി ദാറ്റ് LTI സിസ്റ്റം ഫോളോ? ശരിക്കും ഇത് 3 ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഓൾ ഓഫ് ദ എബോവ് ആണ്. അടുത്തത് ആസ് പെർ ദ ഷാനോൺ തിയറം the channel capacity is given by the formula. ഇത് again കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം എല്ലാം ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ശരിക്കുള്ള ആൻസർ ഇവിടെ എന്താണ്? ഇതാണ് വരേണ്ടത്, B ആണ് വരേണ്ടത്. ഓക്കെ, അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈ സ്പീഡ് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബോർഡ് റേറ്റ് എത്രയാണ് സ്റ്റാൻഡേർഡ്? ഈ ഒരു വാല്യൂ ആണ്, ഓപ്ഷൻ D ആണ്. അടുത്തത് 76 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇഫ് R ഈസ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് ആൻഡ് വിച്ച് ഈസ് ദ കറക്റ്റ് ഇക്വേഷൻ യൂസ് ടു എസ്റ്റിമേറ്റ് ദ ഡിസ്റ്റൻസ് ടു ദ ഹൊറൈസൺ വെൻ വ്യൂയിങ് ഫ്രം ദ ഹൈറ്റ്? അപ്പോൾ ആൻസർ ശരിക്കും √2HR ആണ്.
അടുത്തത് ദ എർത്ത് സ്ട്രാറ്റോസ്ഫിയർ റേഞ്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. അതും അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 15 to 50 കിലോമീറ്റേഴ്സാണ്. അടുത്തത് AM-ൻ്റെ ടോട്ടൽ പവറാണ് ചോദിച്ചിരിക്കുന്നത്. അതും ഓർത്തിരുന്നാൽ മാത്രം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? കറക്റ്റ് ആൻസർ പറഞ്ഞത് നമ്മൾ പഠിച്ചെങ്ങനെയാണ്? PC ഇൻറ്റു 1 + μ²/2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മ്യൂവിന് വരെ ഇവിടെ M കൊടുത്തതേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ ആൻസർ സി ആണ്. അടുത്ത 79 ഇൻ ആൻഡ് AM സൂപ്പർ ഹെഡ് ആൻഡ് റിസീവർ IF എന്താണ്? IF എന്ന് പറഞ്ഞാൽ 455. അത് ചെയ്തവർക്ക് ഓർമ്മ വരും. ഒരു പ്രോബ്ലമെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യുന്നതാണ് 455 കിലോ ഹെഡ്സ് ആണ്. അടുത്തത് ഇൻ ഡാഷ് മോഡുലേഷൻ ടെക്നിക്സ് ദ മിനിമം ചാനൽ ബാൻഡ് വിഡ്ത്ത് ഇസ് യൂസ്. മിനിമം ചാനൽ ബാൻഡ് വിഡ്ത്ത് ഏതാ യൂസ് ചെയ്യുന്നത്? സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ ആണ്. അടുത്തത് പ്രീ എംബസിസും ഡി എംബസിസും ഏതാണ് ശരിക്കും? ഏത് സർക്യൂട്ടാണ്? അത് ശരിക്കും ആദ്യത്തെ ഹൈ പാസ് ഫിൽറ്റർ, രണ്ടാമത്തെ ലോ പാസ് ഫിൽറ്റർ ആണ്. Which of the following property is not a property of discrete Fourier transform? അപ്പോൾ അത് മൊത്തം അറിഞ്ഞാൽ മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. ശരിക്കുള്ള ആൻസർ അതല്ല. ഏത് പ്രോപ്പർട്ടി അല്ല? അസിമെട്രിക് പ്രോപ്പർട്ടി അല്ല. അടുത്ത among the following സാറ്റലൈറ്റ് ഡിഷ് TV ഡിഷ് യൂസസ് ഡാഷ്. സാറ്റലൈറ്റ് TV കണ്ടിട്ടുള്ളത് അറിയാം, അത് പാരബോളിക് റിഫ്ലക്റ്റേഴ്സ് ആണ്. പിന്നെ ഇൻ ഇൻ്റർലൈസ്ഡ് സ്കാനിങ് ടെക്നിക് ദ സ്കാൻ ടേക്സ് പ്ലേസ് ഇൻ 2, അത് ഓഡ് ഈവൻ സെപ്പറേറ്റ് ആയിട്ടാണ് സ്കാൻ ചെയ്യുന്നത്, ഇൻ സെപ്പറേറ്റ് പാസസ്. സോ ആൻസർ ബി. അടുത്ത പാലൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും അതെന്താണ്? 6 to 5 ലൈൻസ് പെർ ഫ്രെയിംസ് ആൻഡ് 50 ഹെഡ്സ് ഫീൽഡ് റിഫ്രഷ് റേറ്റ് ആണ്. അടുത്തത് ഫോർ ലോങ് ഡിസ്റ്റൻസ് ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഡാഷ് ബാൻഡ് ഈസ് യൂസ്ഡ്. ശരിക്കും എന്തിനാണ് യൂസ്ഡ്? ബിക്കോസ് ദ അറ്റൻവേഷൻ ഓഫ് ലൈറ്റ് ഈസ് മിനിമൽ ഇൻ ദിസ് റേഞ്ച്. ശരിക്കും സി ആണ് പറയുന്നത്, സി ബാൻഡ്. അടുത്തത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് ഫുൾ ഫോം ചോദിച്ചിരിക്കുകയാണ്. QPSK സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ്. അടുത്ത CDMA യൂസസ് വിച്ച് ഫ്രീക്വൻസി റേഞ്ച്. അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ട്രപ്പാഡിൻ്റെ ഫുൾ ഫോം ചോദിച്ചിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് ഗെസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇഫ് യു ഹേർഡ് ഇറ്റ്. സോ ബേസിക്കലി അതെന്താണ്? ട്രാപ്ഡ് പ്ലാസ്മ അവലാഞ്ച് ട്രിഗേർഡ് ട്രാൻസ്മിറ്റ് ടൈം ഡയോഡാണ്. അടുത്ത റഡാർ റഡാർ ഇക്വേഷൻ റേഞ്ച് ഇസ് ഡാഷ്. ശരിക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോർത്ത് റൂട്ട് ഓഫ് ട്രാൻസ്മിറ്റഡ് പവർ ആണ്. എഗെയിൻ പിന്നെ വരുന്ന പവർ ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പോൾ നോർമൽ സ്റ്റുഡൻറ്റ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂല. ഇത് അല്പം ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ ഇത് ശരിക്കും പഠിച്ചൊരു കുട്ടിക്ക്, ബേസിൽ നിന്ന് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഇത് പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ആൻസർ ഡി ആണ്. 92 അതേപോലെ തന്നെയാണ്. അത് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നത് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് വന്നത്. അടുത്തത് ഫോട്ടോ ട്രാൻസിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫ് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതും എഗെയിൻ ടൈം കൺസ്യൂമിംഗ് ആണ്. മോസ്റ്റ് പ്രോബ്ലി ഇതെല്ലാം വിട്ട് കളഞ്ഞ ക്വസ്റ്റൻ ആയിരിക്കും. ആൻസർ വരേണ്ടത് അപ്രോക്സിമേറ്റ്ലി എക്സ്പെക്ട് ചെയ്യുന്നതാണ് 0.24 മില്ലി ആംപിയർ ആണ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, കറക്റ്റ്. അപ്പോൾ ആൻസർ വരേണ്ടത് ഓൾ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആ കറക്റ്റ് എന്നാണ്. എഗെയിൻ അടുത്ത ക്വസ്റ്റൻ CRT ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. ആൻസർ കിട്ടേണ്ടത് D 16.8 × 10⁶ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്തത് മൾട്ടിമീറ്റർ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. ശരിക്കും എന്താണ്? ഡിജിറ്റൽ ADC DAC അറിഞ്ഞവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻസർ വരേണ്ടത് ±0.20 വോൾട്ട് ആണ്. അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന ആൻസർ ശരിക്കും എന്താണ്? ആൻ അനലോഗ് മൾട്ടിമീറ്റർ റേറ്റഡ് അറ്റ് 20 kilo ohm per volt sensitivity is used to measure at DC volt across the load. If the multimeter is set to 10 volt range, which of the following is the best representation the input resistance presented by the meter to the circuit during this measurement? ശരിക്കും ആൻസർ വരുന്നത് ബി ആണ്. ദ മൾട്ടിമീറ്റർ ഓഫേഴ്സ് പാരലൽ റെസിസ്റ്റൻസ് ഓഫ് 200 kilo ohm അക്രോസ് ദ ലോഡ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് LCD ആയിട്ട് ബന്ധപ്പെട്ടല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എഗെയിൻ ഡിജിറ്റലായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ചോദിച്ചിരിക്കുന്നത്രേ ഉള്ളൂ. നമുക്ക് ഒരു പിക്സൽ, ഒരു ഇമേജ് എന്ന് പറയുന്നത് പിക്സൽ കൊണ്ടാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എത്ര പിക്സലുണ്ട്? ഇത്രയും പിക്സലുണ്ട്. 1280 × 720. ഓരോ പിക്സലിലും 3 സബ് പിക്സലുണ്ട്. ഒരു സബ് പിക്സലിന് 8 ബിറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത് എന്താണ്? 2.63 MB ആണ്. ഓക്കെ, ആ ഒരു പിക്സലിന് തന്നെ, ഒരു പിക്സൽ എന്ന് പറയുമ്പോൾ 3 സബ് പിക്സലാണ്. ഒരു സബ് പിക്സലിന് 1 ബൈറ്റ്. അപ്പോൾ 3 ബൈറ്റ് തന്നെ ഒരു പിക്സലിന് വേണം. അപ്പോൾ അത്രയും കൂടെ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇത് നോക്കിയേ, ഇത് അപ്രോക്സിമേറ്റ്ലി ചെയ്താൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി 1000 എടുത്തോ, മറ്റും 1000 എടുത്തോ അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ 1000 അപ്രോക്സിമേറ്റ്ലി എന്താണ്? ഇത് അപ്രോക്സിമേറ്റ് നമുക്ക് 1 മെഗാ എന്ന് എഴുതാം. ഓക്കെ, 1 മെഗാ എന്ന് എഴുതാം. അപ്പം 1 മെഗാ എന്ന് പറയുമ്പോൾ 3 MB അടുപ്പിച്ച്. അതിനെക്കാട്ട് ചെറുതായിരിക്കണം, കാര്യം ഞാൻ കൂടുതലായിട്ടുള്ള വാല്യൂ എടുത്തത്. സോ അപ്രോക്സിമേറ്റ്ലി കിട്ടേണ്ടത് 2.63
ബൈറ്റ് ആണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് ഫോർ LCD. LCD ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇനബിലിറ്റി ടു എമിറ്റ് ലൈറ്റ് ആൻഡ് റിക്വയർസ് എക്സ്റ്റേണൽ ഇലുമിനേഷൻ. അപ്പോൾ അതായത് LCDയുടെ ബാക്കിൽ എന്ത് വേണം? ബാക്ക് ലൈറ്റ് വേണം. അത് ഒന്നെങ്കിൽ ട്യൂബ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ LED യൂസ് ചെയ്യാം. അതാണ് ആൻസർ വരേണ്ടത്. അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? LED-യും ലേസർ തമ്മിലുള്ള ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്താണ്? അപ്പോൾ ലേസർ ഡയോഡ് റിക്വയർസ് ഒപ്റ്റിക്കൽ ഫീഡ്ബാക്ക് ആൻഡ് പോപ്പുലേഷൻ ഇൻവേർഷൻ. അത് ഒരു ഫാക്ടറാണ്. പോപ്പുലേഷൻ ഇൻവേർഷൻ വേണം ടു അച്ചീവ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഫസ്റ്റ് പാർട്ടിൽ മനോജ് മാഷ് വളരെ ക്വിക്കായിട്ട് ഇന്നത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അനാലിസിസ് ആണ് നടത്തിയത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് പ്രൊവിഷണൽ കീയും അതുപോലെ തന്നെ ഫൈനൽ കീയും വന്നിട്ട് ചെയ്യാം. കാരണം അത് ഇപ്പോൾ തന്നെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ ലെങ്തി ആയിപ്പോകും വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ ഒരു ഓവറോൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് നടത്താം. അപ്പോൾ ഇതിൽ നമുക്ക് എത്രയായിരിക്കും നമ്മുടെ സേഫ് സ്കോർ, നമുക്ക് കട്ട് ഓഫ് ഏറെക്കുറെ എത്രയായിരിക്കും, അതെങ്ങനെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു ലോജിക്കൽ ഒരു അനാലിസിസ് വേണം, ഒരു ഫാക്ച്വൽ അനാലിസിസ് വേണമല്ലോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ ഒന്ന് പറയുന്നുണ്ടാവും. നമുക്കറിയാവുന്ന പോലെ ഡയറക്റ്റ്ലി നമുക്ക് ഒരു 6 മോഡ്യൂൾസ് ഉണ്ടായിരുന്നു. ആ 6 മോഡ്യൂൾസിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന അതേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വേറെ ചേഞ്ചസ് ഒന്നും തന്നെ നമുക്ക് പറയാനില്ല. ഇനി അതുപോലെ തന്നെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഉള്ള ഒരു സെലക്റ്റീവ് അപ്രോച്ചിൽ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്നുള്ളതായിരിക്കും നമ്മളുടെ ഒരു റാങ്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൈനൽ മാർക്സ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എങ്ങനെ ഇതിനൊരു അനാലിസിസ് നടത്താം. പിന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ AE/PWD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സിമ്പിൾ ആണെന്ന് പറയാം. സിമ്പിൾ ഇൻ ദ സെൻസ് നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. കാരണം കഴിഞ്ഞ നമ്മുടെ എക്സാം ഹാൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് AE/PWD-ലാണെങ്കിൽ LIC എന്നൊക്കെ ന്യൂമറിക്കൽസ് ആയിരുന്നു മെജോറിറ്റി ക്വസ്റ്റ്യൻസ്. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ന്യൂമറിക്കൽസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് സേഫ് സ്കോർ ആയിട്ട് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അതിന് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു. ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ് ഒരു 4-5 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, OMR വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അറിയില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ മെമ്മറിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വിടേണ്ടി വരും. ഈവൻ സിമ്പിൾ ആയിരിക്കും, നമുക്ക് ടൈം വളരെയധികം സേവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ അത് അറിയാമോ അറിയില്ലേ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ മെമ്മറി, നമ്മൾ ലാസ്റ്റ് മിനിറ്റ് അത് റിവൈസ് ചെയ്തോ, ലാസ്റ്റ് വീക്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടോ, അതിൻ്റെ വാല്യൂസ് ഒക്കെ നമുക്കറിയോ. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. ദാറ്റ് ഇസ് നമ്മുടെ LED-യുടെ ലൈറ്റിൻ്റെ ഇത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ അതിൻ്റെ ടേബിൾ ഉൾപ്പെടെ നമ്മൾ ക്ലാസ്സിൽ തന്നാണ്. പക്ഷേ അത് പെട്ടെന്ന് ആ സമയത്ത് റീകളക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഡിപ്പെൻസ്. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. ഇനി അതുപോലെ തന്നെ 8051 റോം എത്രയാണെന്നുള്ളത്, അതുപോലെ തന്നെ ഫ്രീക്വൻസി ബാൻഡ് യൂസ് ഫോർ കൊമേഴ്ഷ്യൽ മൊബൈൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ അത് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ മെമ്മറി ബേസ്ഡ് ആണ്. അതൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ടൈം സേവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ അറിയില്ലെങ്കിൽ അഗൈൻ ബൈനറി പോലെയാണ്. നമുക്ക് അറിയാമെങ്കിൽ മിനിമം സെക്കൻഡ്സിൽ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. അറിയില്ലെങ്കിൽ നമ്മുടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് പോലും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഓർമ്മ കിട്ടണമെന്നില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മളിപ്പോൾ എർത്ത് സ്ട്രാറ്റോസ്ഫിയർ റേഞ്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ബിറ്റ്വീൻ കറക്റ്റ് റേഞ്ച് ഉൾപ്പെടെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇനി അതുപോലെ തന്നെ CDMA യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ബാൻഡ് എന്താണെന്നുള്ളത് ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് എഗെയിൻ ഏറെക്കുറെ അടുത്തടുത്ത വാല്യൂസ് ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മളുടെ അവിടുത്തെ മാർക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. എഗെയിൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നത്. പക്ഷേ ഇന്നത്തെ എക്സാമിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഫോർച്യൂനേറ്റ്ലി ഓർ അൺഫോർച്യൂനേറ്റ്ലി അത് പഠിക്കാത്തവർക്കാണെങ്കിൽ അതൊരു ഭാഗ്യമാണ്. പഠിച്ചവർക്കാണെങ്കിൽ ഈ പറയുന്ന ആകെ ഒരു ക്വസ്റ്റൻ QPSCയുടെ അബ്രിവേഷൻ എന്താണെന്നുള്ളത് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു 87ാമത്തെ ക്വസ്റ്റ്യൻ അത് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല കുട്ടികൾക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് ചില സബ്ജക്ട്സ്, എസ്പെഷ്യലി LIC പോലെ സർക്യൂട്ട്സ് പോലുള്ള സബ്ജക്ട്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമോ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ നോക്കുക, ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 14, 15, 16 ഒക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട്, കാരണം പലപ്പോഴും അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാർ പോകാറില്ല. പക്ഷേ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോയാൽ മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന 3-4 ക്വസ്റ്റൻസ് നമ്മളുടെ LIC-ന്ന് മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റൻസ് ഒക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ സ്റ്റാഗേർഡ് ട്യൂണിങ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊമേഴ്സിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഏത് കോൺഫിഗറേഷനാണ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്, നമ്മുടെ
നമ്മളുടെ ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടെ നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മാത്രമല്ല റീസെൻ്റ് ആയിട്ടുള്ള PSC എക്സാംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള അത്യാവശ്യം നമ്മൾ ഗേറ്റ് പോലുള്ള എക്സാംസിനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സർവീസ് പോലുള്ള എക്സാംസിനും ഒക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഇതിലും കാണാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലാസ്സിലും ടെസ്റ്റ് സീരീസിലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതേപോലെ ഫോളോ ചെയ്തവർക്ക് മിനിമം സമയത്തിൽ ഈ ക്വസ്റ്റ്യൻസ് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന പോലെ ഇനി നിങ്ങൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിക്ക് തന്നെ പോവുക. ഒരു പെരിഫറൽ ലെവലിൽ മാത്രം പഠിച്ച് പോകരുത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ്, ഷോർട്ട് കട്ട്സ് ഒക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ, അതായത് ഫൈൻഡ് ദ നമ്പർ ഓഫ് വൺസ് ഇൻ ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ഉൾപ്പെടെ, ഷോർട്ട് കട്ട് ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നത്. അതായത് കൺവെൻഷനലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര മിനിറ്റ് എടുക്കും, വിത്തിൻ 1.5 മിനിറ്റ്സിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള ഷോർട്ട് കട്ട് ഉൾപ്പെടെയുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബിൽ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആ ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. മിനിമം സമയത്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് അവിടെ ടൈം സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹാമിംഗ് കോഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തന്നതാണ്. അതിൽ തന്നെ ഈ ക്വസ്റ്റ്യനിൽ ഈവൻ പാരിറ്റി ആണോ ഓഡ് പാരിറ്റി ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഈവൻ പാരിറ്റി അസ്യൂം ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ആംബിഗ്വസ് ആണ് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് പ്രൊവിഷണൽ കീയും ഫൈനൽ കീയും വരുമ്പോൾ നമുക്ക് എന്താണെന്ന് തീരുമാനിക്കാം. അതുപോലെ തന്നെ 57ാമത്തെ ക്വസ്റ്റ്യനിലാണെങ്കിലും മിനിമം നമ്പർ ഓഫ് 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ്സ്, മിനിമം നമ്പർ ഓഫ് 2 ഇൻപുട്ട് നോർ ഗേറ്റ്സ്, ഇതൊക്കെ നമ്മൾ ടേബിൾ സഹിതം നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടേബിളൊക്കെ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ഷോർട്ട് നോട്ടിൽ റിവൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ തന്നത് മാത്രം ആയില്ല, നമ്മുടെ പ്രിപ്പറേഷനിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളൊരു ടൈം ബൗണ്ട് ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അഗെയിൻ നോക്കുക, അഗെയിൻ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇനിയും നിങ്ങൾക്ക് എക്സാംസ് വരാനുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ഇപ്പോൾ പറ്റിയ മിസ്റ്റേക്സ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലുണ്ടാവണം. പിന്നെ നമ്മൾ ജോൺസൺസ് കൗണ്ടറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്പർ ഓഫ് ബൈനറി സ്റ്റേറ്റ്സ് ദാറ്റ് ഡു നോട്ട് അപ്പിയർ, അല്ലെങ്കിൽ ബൈനറി ഈ ക്വസ്റ്റ്യനും നമ്മൾ ക്ലാസ്സിൽ ഡയറക്റ്റ്ലി ആ ടേബിളും അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ നമ്മൾ കൗണ്ടേഴ്സിൻ്റെ കൺക്ലൂഷൻ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഷാനോൺ തിയറത്തിൻ്റെ ചാനൽ കപ്പാസിറ്റിയുടെ കാര്യം മാഷ് ഈ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും ക്ലാസ്സിലും പറഞ്ഞാണ് ഇവിടെ ലോഗ് ടു ദി ബേസ് 2 ആണെന്നുള്ളത്. ലോഗ് ടു ദി ബേസ് 10 തന്നെ നമ്മളെ പറ്റിക്കുമെന്നും പറഞ്ഞിട്ടായിരുന്നു. അതേപോലെ തന്നെ PSC ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാഷ് ക്ലാസ്സിലും പറഞ്ഞാണ്. അത് ആ ഒരു ഓപ്ഷൻ കണ്ടിട്ട് നിങ്ങൾ ആദ്യമേ കയറി കുത്തരുത്. ഇവിടെ ഓപ്ഷൻ B ആയിരുന്നു, അതുകൊണ്ട് ഓപ്ഷൻ B കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഓപ്ഷൻ സിയിലേക്ക് പോയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഓപ്ഷൻ B തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ ഓർക്കുക. ക്ലാസ്സിൽ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ബോർഡ് റേറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണെങ്കിലും നിങ്ങൾ ആ വാല്യൂസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ്ഡ് ഇൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഏതാണെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും അത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഡീറ്റെയിൽഡ് സ്റ്റഡി വേണം എന്നൊക്കെ പല കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പ്രീ എംഫസിസ് എന്താണ്, ഡി എംഫസിസ് ആണ്, സെപ്പറേറ്റ് ഒരു സെഷൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുക. എഗെയിൻ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എഗെയിൻ ഇവിടെ എത്രയാണ് നമ്മുടെ സേഫ് സ്കോർ എന്നും അതുപോലെ നമ്മുടെ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ പറയുന്നുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞോളൂ ഇങ്ങനത്തെ ചില നേരത്തെ ഞാൻ പറഞ്ഞോളൂ ഹാമിംഗ് കോഡ് പോലുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൺഫ്യൂസിംഗ് ക്വസ്റ്റൻ ആയിട്ട് പറയാം. കാരണം സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഈവൻ പാരിറ്റി ആണോ ഓഡ് പാരിറ്റി ആണോ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ കൺഫ്യൂസിംഗ് ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റൻസ് ഒരു 18 ക്വസ്റ്റൻ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിലൊരു 4-5 ക്വസ്റ്റൻ ഡിലീഷൻ പോയാൽ പോലും നമുക്ക് എത്രയായിരിക്കും നമ്മുടെ സേഫ് സ്കോർ എന്നുള്ളത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് പറയാം. എഗെയിൻ ഞാൻ നേരത്തെ തന്നെ പറയുന്നത് കട്ട് ഓഫ് പറയുന്നതിന് മുമ്പേ ഞാൻ പറയുന്നത് ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്. ഇതിൻ്റെ പ്ലസ് ഓർ മൈനസ് ഒരു 3 അല്ലെങ്കിൽ 5 മാർക്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. എഗെയിൻ പക്ഷേ നമ്മുടെ പല കുട്ടികളും, നമ്മൾ ഡയറക്റ്റ്ലി വിളിച്ച പല കുട്ടികളും, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ടെലഗ്രാം പോളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എഗെയിൻ ഏറെക്കുറെ ഒരു ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു ക്വസ്റ്റൻസ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊരു കട്ട് ഓഫും കൂടിയായിരിക്കും ഞാൻ പറയുന്നത്. ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലെവൽ ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെർട്ട് ടീം ആണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും പറയുന്നത് ഇറ്റ് ഇസ് എൻ ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റൻ ആണ്. നമ്മൾ ഈ PWD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ടൈം കൺസ്യൂമിംഗ് അല്ല. നമുക്ക് കുറേ കൂടി ക്വസ്റ്റൻസ്, കാരണം ഈ PWD ന്യൂമറിക്കൽസ് ഒരുപാടുള്ളതുകൊണ്ട് ഫുൾ ക്വസ്റ്റനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇല്ലയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരു തിയറി ആൻഡ് കോൺസെപ്ഷ്യൽ ക്വസ്റ്റൻസ് ആയിരുന്നു മെജോറിറ്റി. അത് തന്നെ ഏകദേശം ഒരു 69 ക്വസ്റ്റൻസ് നമുക്ക് അങ്ങനെ തന്നെ പറയാം, തിയറിറ്റിക്കൽ ക്വസ്റ്റൻസ് ആണെന്ന് പറയാം. ന്യൂമറിക്കൽസ് ഒരു 31 ക്വസ്റ്റൻസ് ന്യൂമറിക്കൽസും ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരു ഏറെക്കുറെ നമുക്ക് ന്യൂമറിക്കൽസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ടൈം കുറച്ചുകൂടി ഈ പറയുന്ന പോലെ നമുക്ക് ക്വസ്റ്റൻസിൽ ആലോചിക്കാനും അതുപോലെ തന്നെ ചില കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് അവിടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഏറെക്കുറെ നമുക്ക് ഇതായിരുന്നു നമ്മളുടെ ഒരു സ്പ്ലിറ്റപ്പ്. തിയറി ക്വസ്റ്റൻസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ചെയ്യുന്ന ഫാക്ച്വൽ ക്വസ്റ്റൻസ് എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫാക്ച്വൽ ക്വസ്റ്റൻസ്
ക്വസ്റ്റൻസ് എല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് 31 ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. 3 റൗണ്ട് സ്ട്രാറ്റജി, നിങ്ങൾ ഇത്തിരി ലെങ്തി ആയിട്ടുള്ള സർക്യൂട്ട് തന്നിട്ടുള്ള ക്വസ്റ്റൻസ്, ഒപ്പാമിലേക്ക് സർക്യൂട്ട് തന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും ഞാൻ പറഞ്ഞിരുന്നു. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കുറേ കുട്ടികൾ ഒരു ഫീഡ്ബാക്ക് തന്നിരുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ രീതിയിലൊരു സ്ട്രാറ്റജിയും കൂടി നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയനെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള കൺഫ്യൂസിങ് ക്വസ്റ്റൻസ്, അതുപോലെ തന്നെ ഓപ്ഷൻസിലൊക്കെ കൺഫ്യൂഷൻ വരുന്നത് ഒരു 18ഓളം ക്വസ്റ്റൻസ് നമുക്കുണ്ടെന്ന് പറയാം. ടൈം കൺസ്യൂമിംഗ് ക്വസ്റ്റൻസ് ഒരു 11ഓളം ക്വസ്റ്റൻസ്, ഇൻക്ലൂഡിങ് ആ സർക്യൂട്ട് തന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഉൾപ്പെടെ പവർ ഇലക്ട്രോണിക്സ് തന്നിട്ടുള്ള ഒരു റെക്ടിഫയറിൻ്റെ ഒരു ക്വസ്റ്റൻ ഒക്കെ കുറച്ച് ലെങ്തിയാണ്. നമുക്ക് ഡയറക്റ്റ് റിസൾട്ട് അറിയില്ലെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ടോട്ടൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു ഏറെക്കുറെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ശരിക്കും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 85+ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡയറക്റ്റ്ലി തന്നെ നമ്മുടെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ക്ലാസ് 100% ഫോളോ ചെയ്തവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ബീങ് റിയലിസ്റ്റിക്, നമുക്ക് ഈ ഒരു ടൈം ബൗണ്ടായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം പഠിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഒരു 1.5 മണിക്കൂറിൽ 100 ക്വസ്റ്റ്യൻ, അതും ഈ ഇത്രയും ന്യൂമറിക്കൽസും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും 85 ഒരു മാർക്കിലേക്ക് എത്താനായിട്ട് ഒരു 99.9% ആൾക്കാർക്കും പറ്റില്ല. അപ്പോൾ അവിടെ ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു എല്ലാം നന്നായിട്ട് പഠിച്ച് എല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങി, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഒരു റിവിഷനും ഷോർട്ട് നോട്ട്സും ഒക്കെ നന്നായിട്ട് ചെയ്തവർക്ക്, തിയറി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഓർമ്മയുള്ളവർക്കൊക്കെ ഒരു 85+ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, അതിന് താഴോട്ടായിരിക്കും നമ്മളുടെ മെജോറിറ്റി ആൾക്കാരുടെ മാർക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു 85 കണ്ട് നിങ്ങൾ പേടിക്കണം, 85 അല്ല, ഞാൻ കട്ട് ഓഫ് എന്നല്ല പറയുന്നത്. പക്ഷേ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റ്ലി ക്ലാസ്സിൽ തന്നെ വരുന്നു. പിന്നെ ചില ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പറയുന്ന പോലെ റാൻഡം ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഏത് എക്സാം ആണെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു 10 to 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സേഫ് സ്കോർ പറയുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസി ടു ഒരു ഓവറോൾ ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു ക്വസ്റ്റ്യൻസ്. അവിടെ കോൺസെപ്റ്റ്സിൻ്റെ ക്ലാരിറ്റി അറിയാമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത്രയും കോൺസെപ്റ്റിൻ്റെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു 85 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു അല്ലേ, 85 ക്വസ്റ്റ്യൻസ് ഞാൻ വീണ്ടും പറയുന്നു, അത് 85 ക്വസ്റ്റ്യൻസ് അല്ല സേഫ് സ്കോർ എന്ന് ഞാൻ പറയുന്നത്. 85 ക്വസ്റ്റ്യൻസ് വരെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ ഒരു ടൈം ബൗണ്ട് ആയിട്ട് ഈ ന്യൂമറിക്കൽസും കൺഫ്യൂസിംഗ് ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു 70+ ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അത് അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് 70+ ഒക്കെ ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു സേഫ് സ്കോർ അല്ലെങ്കിൽ നമ്മളൊരു കട്ട് ഓഫ് എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, നമ്മളുടെ ഒരു അനാലിസിസിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ഞാനിത് 100% കറക്റ്റ് ആണെന്നോ ഒന്നും അവകാശപ്പെടുന്നില്ല, ഒരു 50 to 55 മാർക്സ് ഉള്ള ഒരാൾക്ക് ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ടീം വിശ്വസിക്കുന്നത്. ഒരു 50 to 55 ഉണ്ടെങ്കിൽ, അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഡിപ്പെൻസ്. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ കൺഫ്യൂസിംഗ് ഒക്കെ വരുന്ന ഏതെങ്കിലും ക്യാൻസൽ ചെയ്ത് പോവുകയാണ്, പ്രൊവിഷണൽ കീയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ്, ഫൈനൽ കീയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ ഈ 50 to 55 എന്ന് പറയുന്നത് പ്ലസ് ഓ മൈനസ് ഒരു 3 മാർക്സോ 5 മാർക്സോ ഒക്കെ ആവാം. ഏറെക്കുറെ 50 to 55 ആണ് കട്ട് ഓഫ് വരാൻ സാധ്യത. അഗൈൻ ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല ഇത് കറക്റ്റ് ആണെന്നുള്ളത്. പക്ഷേ ഇത്രയും കാര്യങ്ങളും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അനാലിസിസും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏറെക്കുറെ 50 to 55 ആണ്. പക്ഷേ ഒരു നല്ല പ്രിപ്പറേഷൻ ഒരു ലെവലുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു 70+ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ബാക്കി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസും അതുപോലെ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് പ്രൊവിഷണൽ കീയും ഫൈനൽ കീ ഒക്കെ വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പഠിത്തം തുടർന്നുകൊണ്ടിരിക്കുക. ഇനിയും എക്സാംസ് വരാനുണ്ട്. എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്, RRB, JEE പോലുള്ള ഇലക്ട്രോണിക്സിൻ്റെ എക്സാംസ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ പല കുട്ടികളും വിളിച്ച് അവരുടെ എക്സാമിൻ്റെ അനാലിസിസും അല്ലെങ്കിൽ അവരുടെ ഒരു പെർഫോമൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിൽ കേട്ടതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ നമുക്ക് ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് കമൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 50 to 55 ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളവരാണെങ്കിൽ, അതിലും ഒരു പ്ലസ് ഓ മൈനസ് 3 to 4 ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുക. ടെൻഷൻ അടിക്കേണ്ട. ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ഇത്രയും പഠിച്ചത് കളയരുത്. വീണ്ടും ക്വസ്റ്റ്യൻസിലൂടെ ആണെങ്കിലും അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പേഴ്സിലൂടെ ആണെങ്കിലും റിവിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ഡീറ്റെയിൽ അനാലിസിസ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.